ഹായ് മക്കളെ, തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. കേരളത്തിൽ നിരവധി മക്കൾക്ക് അവർ ആഗ്രഹിച്ച സ്കൂളുകളിൽ ആഗ്രഹിച്ച കോഴ്സിന് തന്നെ അഡ്മിഷൻ ലഭിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അറൗണ്ട് 10,000 വിദ്യാർത്ഥികൾക്കാണ് തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷവും ഒരു സ്കൂളുകളിലും അഡ്മിഷൻ ലഭിക്കാത്തത്. നമ്മുടെ മലപ്പുറം ജില്ല മാത്രം എടുക്കുകയാണെങ്കിൽ പോലും 1000 വിദ്യാർത്ഥികളാണ് ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ചിരിക്കുന്നത്. വലിയൊരു ക്രൈസിസ് തന്നെയാണ്. സോ ഈ കണക്കുകൾക്ക് കുറച്ചുകൂടി വലിപ്പം കൂടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും അഡ്മിഷൻ ലഭിച്ച മക്കളിൽ പലരും അവരാഗ്രഹിച്ച സ്കൂളുകളിലല്ല അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരാഗ്രഹിച്ച കോഴ്സിനുമല്ല അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഇനി ഇവരുടെയൊക്കെ ഫ്യൂച്ചർ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക മക്കളെ. അഥവാ ഞാനിപ്പോൾ ഭാവിയിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവണം ആഗ്രഹിച്ച ഒരാളാണെങ്കിൽ പോലും എനിക്ക് സയൻസിൽ അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതെല്ലാം ഓരോ വിദ്യാർത്ഥികളുടെയും ഫ്യൂച്ചറിനെ കൂടി ബാധിക്കുന്ന വിഷയത്തിലോട്ടാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. സോ ഇതിൻ്റെ പരിഹാരം എന്താണ്? ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? എങ്ങനെ ഈ ഒരു ക്രൈസിസിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും? വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ട് ഇത്തരം മക്കൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യവുമായിട്ട് സൈലം വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിലും ഈ മക്കളെ കൈപിടിച്ച് നടത്താൻ വേണ്ടി സൈലം ടീം എപ്പോഴും മുന്നോട്ട് നടന്നിട്ടേ ഉള്ളൂ. ഇതിനെല്ലാം ഉള്ള സൊല്യൂഷനുമായിട്ട് നാളെ രാത്രി കൃത്യം 7:30 മുഴുവൻ സൈലം ടീമും വരുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും വേണം. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ലിങ്ക് മാക്സിമം എല്ലാ കൂട്ടുകാരിലോട്ടും നിങ്ങൾ ഉറപ്പായും ഷെയർ ചെയ്യണം. എല്ലാം നമുക്ക് ശരിയായി കാണാം മക്കളെ. ലൈവിൽ കാണാം.